പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പര്യവസാനമായോ? നീണ്ട 15 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശുഭസൂചനയാണ് എന്നതായിരുന്നു പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇറാനോ യുഎസോ ഇതിന്മേൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ ട്രംപ് ആകട്ടെ ഈ യുദ്ധത്തിൽ ഒരു കരാറിലേക്ക് എത്തിയാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് വിജയം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒന്നാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കുമോ എന്നത്. ആ പ്രതിസന്ധി മാറിക്കിട്ടുമോ എന്നതിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ഹോർമൂസ് വിഷയത്തിൽ ശുഭകരമായ ഒന്നും തന്നെ ഈ ചർച്ചയിൽ, ഈ 15 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശുഭകരമായ വാർത്ത ഒന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത. ചർച്ചകൾ സൗഹൃദ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുകയാണ് എന്നതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത്. ചർച്ചകളിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം ഇറാനെതിരായ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഇറാനാകട്ടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യണമെന്നതാണ് നെതന്യാഹുവിന്റെ ആവശ്യമായി തന്നെ ഉന്നയിക്കുന്നത്. ഹോർമോസ് നിയന്ത്രണങ്ങളോടെ തന്നെ തുറക്കും എന്നത് അതേപോലെ IRGC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനിക കപ്പലുകൾക്ക് ഹോർമോസിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ചർച്ച ഞായറാഴ്ച പുലർച്ചെയും തുടരുകയാണ് ചെയ്തത്. ഏകദേശം 15 മണിക്കൂർ പിന്നിട്ട ചർച്ചയിൽ ഹോർമൂസിന്റെ നിയന്ത്രണം സംബന്ധിച്ച വിഷയത്തിൽ ചർച്ചയിൽ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു എന്ന വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. യുഎസിന്റെ ഭാഗത്ത് നിന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, സ്പീക്കർ അഹമ്മദ് ബാഗർ ഖലീഫ് അടക്കമുള്ള നേതാക്കളുമായാണ് ഇസ്ലാമാബാദിൽ നേരിട്ട് ചർച്ച നടത്തുന്നത്. അതേസമയം ചർച്ച ഗൗനിക്കാതെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ചർച്ചയും ധാരണയും US-നെ ബാധിക്കില്ല എന്നതാണ് ട്രംപിന്റെ നിലപാട്. ഇരു കക്ഷികളും ഒരു കരാറിൽ ഒപ്പുവെച്ചാലും അത് തനിക്കൊരു വ്യത്യാസവുമില്ല എന്ന് ട്രംപ് ഇവിടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ യുദ്ധത്തിന് പിന്തുണ നൽകിയാൽ ചൈനയ്ക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ചർച്ചകൾ പുരോഗമിക്കവേ ഹോർമൂസിൽ അവിടെ പടനീക്കം ആരംഭിച്ചതായും US അവകാശപ്പെടുന്നുണ്ട്. അതായത് 2 കപ്പലുകൾ ഹോർമൂസ് കടന്നു എന്നതാണ് US-ന്റെ അവകാശവാദം. ഇറാൻ മൈനുകൾ നീക്കം തുടങ്ങിയെന്നും അതായത് ഇറാൻ മൈനുകൾ അവിടെ നീക്കം ചെയ്യാൻ തുടങ്ങിയെന്നും വാദം അത്തരത്തിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾ തകർത്തതായും US വ്യക്തമാക്കുന്നുണ്ട്. ഈ വാദത്തെ ഇറാൻ സേന തള്ളുകയും US ഡിസ്ട്രോയർ ജലപാതയിലേക്ക് നീങ്ങിയെങ്കിലും 30 മിനിറ്റിനുള്ളിൽ കപ്പലിലെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ കപ്പൽ പിന്മാറിയെന്നതാണ് ഇവിടെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.